ഹലോ, ഇന്ന് നമ്മൾ പടവലങ്ങ കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മുടെ മീൽസിൻ്റെ കൂടെ അല്ലെങ്കിൽ സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഒരു പടവലങ്ങ ഒരു മീഡിയം സൈസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പരിപ്പ്, കടലപ്പരിപ്പ്, ചന ദാൽ, അതൊരു 1/4 കപ്പ്. അത് നമ്മൾ നല്ലപോലെ വെള്ളത്തിലൊന്ന് കഴുകി സോക്ക് ചെയ്യണം. ഒരു 10 to 20 മിനിറ്റ്സ് സോക്ക് ചെയ്താൽ മതി. നല്ലപോലെ വാഷ് ചെയ്ത് ഒരു മുങ്ങിയിരിക്കുന്ന പോലെ ഇത്തിരി വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കണം. വല്ലാണ്ട് നൈസായിട്ട് അരിയരുത്. ഒരു പാകത്തിന് തോരനൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ തോല് വൃത്തിയാക്കുന്നത് ജസ്റ്റ് നമ്മളൊരു നൈഫ് വെച്ച് ഇങ്ങനെ ഒന്ന് ചുരണ്ടി കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് വാഷ് ചെയ്ത് നമുക്കിനി കട്ട് ചെയ്യണം. ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ കണ്ടോ, ഈ പോർഷൻ നമുക്ക് ആവശ്യമില്ല, അത് മുറിച്ച് മാറ്റണം. ഇനി നമുക്കിത് തോരനരിയുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. വല്ലാണ്ട് നൈസായിട്ട് അരിയരുത്. നമുക്കിത് കുക്കറിലിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഒത്തിരി നൈസായി കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. ഇനി അരപ്പിന് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ, പരിപ്പെടുത്ത അതേ അളവ് തേങ്ങ എടുക്കുക. ഗ്രേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതെടുക്കാം. അതും പച്ചമുളക് ഒരു 3 എണ്ണമെങ്കിലും ഇടാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 5-6 വരെ ഇടാം. ജീരകം ഒരു ടീസ്പൂൺ, ഒരു 2 കുഞ്ഞുള്ളി, പിന്നെ ഇത്തിരി കായപ്പൊടി, അതൊരു 1 ടീസ്പൂണോളം മതി. ഇതൊരു 4 to 5 ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഒത്തിരി നൈസാവരുത്, ഒരു അവിയലിൻ്റെ ഒക്കെ അരയ്ക്കുന്ന ഒരു പാകത്തിൽ ഇതുപോലെ. ഇനി നമുക്ക് പരിപ്പ് വേവിക്കാൻ വെക്കാം. അതിലോട്ട് ഒരു ടീസ്പൂൺ ജീരകം, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ വരെ, ഒരു ടേബിൾ സ്പൂൺ വരെ ഇടാം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, അതൊന്ന് ഡിപ്പായി കിടക്കുന്നവരെ പാകത്തിന് ഇട്ടാൽ മതി. എന്നിട്ടിതൊരു 2 മുതൽ 3 വിസിൽ വരുന്നവരെ വെച്ചാൽ മതി. ഒത്തിരി വെച്ചേക്കരുത്, വെന്ത് കുഴഞ്ഞങ്ങ് പോവും. ഇപ്പം 3 വിസിൽ വന്ന് നമുക്കൊരു വേറെ പാത്രത്തിലിട്ട് മാറ്റി തിളപ്പിക്കണം. ഇതൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് വറ്റി വരണം വെള്ളം. അതുവരെ ഒരു സിമ്മിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. ഇതൊരു സെമി ഗ്രേവി ടൈപ്പാണ്. ഒത്തിരി തിക്കായി പോകരുത്, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറുകും. അതുകൊണ്ട് നമ്മൾ ഒരു അത്യാവശ്യം വറ്റി കഴിയുമ്പോഴത്തേനും ഓഫ് ചെയ്യണം. ഒരു ഇച്ചിരി വെള്ളം ഉള്ള പോലെ ഉള്ള അവസ്ഥയിൽ തന്നെ ഓഫ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് താളിക്കാനുള്ളതാണ്. കടുക് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ഉഴുന്ന്, പിന്നെ ഇച്ചിരി കറിവേപ്പില. നമ്മളിവിടെ ചുമന്ന മുളക് യൂസ് ചെയ്യുന്നില്ല, ഇതിൽ പച്ചമുളക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ടപ്പേ എന്നുള്ളൊരു കറി ഇവിടെ റെഡിയാണ്. സദ്യയ്ക്കും എല്ലാം വിളമ്പാനായിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പം ഈ കൂട്ടുകറി മെയിനായിട്ട് നമുക്ക് കിട്ടും. ഈ മീൽസ് ആനന്ദ ഭവനിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടാറുള്ളൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, സദ്യയ്ക്കും ഉണ്ടാക്കുക, ഒരു എക്സ്ട്രാ കറിയും ആവുമല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഓണം.